ഞാൻ ചിന്നു നിസാർ, തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നു. ഞാൻ പിസ്താച്ചിയോ റോസ് കേക്കാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ബട്ടറും പഞ്ചസാരയും കൂടി ബീറ്റ് ചെയ്യാൻ പോവുകയാണ് ഞാൻ. 100 ഗ്രാം ബട്ടറിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ ചേർക്കാൻ. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. മുട്ട ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ്, 2 ഡ്രോപ്സ് മിൽക്ക് എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അടുത്ത മുട്ട ഒന്നും 2 മുട്ടയും കൂടി ഒരുമിച്ച് ഒഴിക്കും. ഇതിലോട്ട് ചൂടുള്ള പാൽ ആവശ്യമുണ്ട്. അപ്പോൾ അതൊരു 80 ഗ്രാം നമുക്ക് എടുക്കാം. ചൂടാക്കിയ പാൽ നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. ഇതിലോട്ട് റോസ് എസൻസ് കൂടി ആഡ് ചെയ്യാം. ഇതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ മിൽക്ക് പൗഡർ. ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആഡ് ചെയ്യാം. ടിന്നിൽ കുറച്ച് ഓയിൽ പരട്ടിയിട്ട് നമുക്ക് ബട്ടർ പേപ്പർ ഇടാം. ബട്ടർ പേപ്പർ വയ്ക്കുക. നമ്മളുടെ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് 150 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഓക്കെ ചിന്നു, കൊടുങ്ങല്ലൂർ പിസ്താഷ്യോ റോസ് പിസ്താഷ്യോ ഫ്യൂഷൻ കേക്ക്. റോസ് പെറ്റൽസ് ഒക്കെ ഉണ്ട് ഇവിടെ. റോസ് പെറ്റൽസ് ഉണ്ട്. പിസ്താഷ്യോ പിസ്തയുടെ ഫ്ലേവർഡ് ചോക്ലേറ്റ്. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്തിട്ട് ഞാൻ ഐസിങ് ഷുഗറിൽ ചോക്ലേറ്റിൽ ഫ്യൂഷൻ കേക്ക് ആയിട്ട് തന്നെ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ലെയർ ചെയ്തിട്ട് വെറ്റ് ചെയ്യാതെ ഒരു ഫ്യൂഷൻ കേക്ക് ആയിട്ട് തന്നെ. നല്ല ധാരണയുണ്ട് അല്ലേ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച്. ഫ്യൂഷൻ കേക്ക് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ക്രീമിൽ പറ്റില്ല, വെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ തന്നെ ഒരു ഇതിൽ ചെയ്യണം അല്ലേ. സിമ്പിൾ ആയിട്ടൊരു ബട്ടറിൽ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇപ്പം എന്തായാലും ബേക്ക് ചെയ്യാൻ കയറ്റി. ഓക്കെ. ഇതിന്റെ ടെമ്പറേച്ചർ ഇപ്പോൾ ഏകദേശം എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും 150 പെട്ടെന്ന് ഇതായി. ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഞാൻ പിസ്ത ചോക്ലേറ്റ്, പിസ്ത ക്രീം, ഷുഗർ. ആദ്യം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിടും. ഇത് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. ആദ്യം നമുക്ക് പാന് ചൂടാക്കി വെള്ളം തിളപ്പിക്കാം. വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ചൂടാറി വരുന്നതിന് മുന്നേ നമുക്ക് പിസ്ത പൊടിച്ചെടുക്കാം. പിസ്ത പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഫില്ലിങ്ങിനുള്ള ക്രീമെല്ലാം കൂടി യോജിപ്പിക്കാം. ആദ്യം മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 2 ടീസ്പൂൺ ഐസിങ് ഷുഗർ ആഡ് ചെയ്യാം. ഇത് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൽ പിസ്തയുടെ ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പിസ്തയുടെ എസൻസും കൂടി ആഡ് ചെയ്യാം. കുറച്ച് കട്ടിയായിട്ടാണ് തോന്നിക്കുന്നത്, അപ്പോൾ കുറച്ചും കൂടി ക്രീം ആഡ് ചെയ്യാം. ഇതൊന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ലൂസായിട്ട് കിട്ടും. സ്പഞ്ച് ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ പേപ്പറൊക്കെ മാറ്റി ഒന്ന് ഭംഗിയാക്കി എടുക്കാം. ഈ സ്പഞ്ചിനെ 2ആയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്യാൻ പോകും. ഇതൊന്ന് ഫില്ലിങ് കൊടുക്കാൻ പോവുകയാണ് ഞാൻ. ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. ഇത് സ്പാച്ചുല കൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് പൊടിച്ചു വെച്ച പിസ്ത നമുക്ക് ആഡ് ചെയ്യാം. റോസ് പെറ്റൽസും കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ പീസും കൂടി മുകളിലോട്ട് വയ്ക്കാം. ആദ്യം കേക്കിനെ നമുക്ക് ബേസിലോട്ടൊന്ന് മാറ്റാം. റിപ്പീറ്റ് ചെയ്യുക. ചോക്ലേറ്റ് മുകളിൽ ഒഴിച്ചു കൊടുക്കുക. പാച്ചുല കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ഫിനിഷിങ് ചെയ്ത് കൊടുക്കാം. ഇത് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഞാൻ പിസ്ത തന്നെ റിപ്പീറ്റ് ചെയ്യും. റോസ് പെറ്റൽസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ചിന്നു, എങ്ങനെയുണ്ട് പിസ്താഷ്യോ ആൻഡ് റോസ് പെറ്റൽ? നന്നായിട്ടുണ്ട്. വിചാരിച്ച പോലെ തന്നെ ഫ്ലേവർ ഒക്കെ കിട്ടിയിട്ടുണ്ട്. സ്പഞ്ചൊക്കെ ബട്ടറിൽ ചെയ്ത് ആ ഒരു ഫ്ലേവർ റോസിൻ്റെ കിട്ടിയിട്ടുണ്ട്. ഈ മാം
നമ്മൾ പറയാം. Okay. എന്തായാലും കണ്ടിട്ട് വെരി അപ്പീലിംഗ് അല്ലേ? Let's see. Okay. റോസ് പിസ്താച്ചിയോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റിംഗ് ടേബിളിലോട്ട് മാറ്റാം.